ഹായ് ഓൾ, വെൽക്കം ടു സൈലം ടെക്നിക്കൽ ഓൺലി ഫോർ എഞ്ചിനീയേഴ്സ്. നമ്മൾ ഈ ഒരു സെഷനിൽ കുറച്ച് പ്രീവിയസ് ഇയർ RRB JEE ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. സർവേയിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, RCCയിലെയും സോയിലെയും കുറച്ച് ക്വസ്റ്റ്യൻസിലൂടെ കടന്നു പോവുകയാണ് ഈ ഒരു സെഷനിൽ. എന്തായിരുന്നു ആ ക്വസ്റ്റ്യൻസ് ഒരു രീതി? യെസ്, അതിനെ ചുറ്റുപറ്റിയുള്ള ബാക്കിയുള്ള പോയിന്റുകൾ എങ്ങനെയൊക്കെയാണെന്നൊക്കെ നോക്കാം. നോക്കി ആദ്യത്തെ ചോദ്യം. യെസ്, the zero of the graduate circle of a prismatic compass is located at എന്നാണ് ചോദ്യം. The zero of a graduate circle of a prismatic compass is located at south end, east end, west end and north end ആണ്. നോക്കിയേ, പ്രിസ്മാറ്റിക് കോമ്പസ് രണ്ട് തരത്തിലുള്ള കോമ്പസ് ആണ് നമുക്ക് ഉണ്ടാവാറുള്ളത്. യെസ്, നമുക്കറിയാം ഒന്നേതാണ് പ്രിസ്മാറ്റിക് കോമ്പസ് ഉണ്ട്. അതേപോലെ നമുക്ക് മറ്റൊന്ന് അവൈലബിൾ ഏതാണ്? സർവേയർ കോമ്പസ് ആണ് അല്ലെ. രണ്ട് രീതിയിലുള്ള കോമ്പസുകളാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. രണ്ടും യെസ് ഹൊറിസോണ്ടൽ ആംഗിൾ മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. എന്താ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗ്രാജുവേഷനിലാണ് പ്രത്യേകത. ഈ പറയുന്ന സർവേയർ കോമ്പസിൽ യെസ് നമുക്ക് കാണാൻ സാധിക്കും ഗ്രാജുവേഷൻസ് എത്തരത്തിലാണ് എന്നുള്ളത് വളരെ വ്യക്തമായി കാണാൻ സാധിക്കുന്നതാണ്. ഇതാണ് സൗത്ത്, ഇതാണ് നോർത്ത്. സാധാരണ രീതിയിൽ ഇതാണ് ഈസ്റ്റ് വരാറുള്ളത്, സാധാരണ രീതിയിൽ ഇതാ വെസ്റ്റ് വരാറുള്ളത് അല്ലെ, സാധാരണ രീതിയിൽ. പക്ഷേ സർവേയർ കോമ്പസിൽ ഇതാണ് വെസ്റ്റ്, ഇതാണ് ഈസ്റ്റ്. ഗ്രാജുവേഷൻ എങ്ങനെയാ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാണാൻ സാധിക്കും? ഇവിടെയും 0 ഡിഗ്രി, ഇവിടെയും 0 ഡിഗ്രി, ഇവിടെ 90 ഡിഗ്രി ആൻഡ് ഇവിടെ എന്താണ് 90 ഡിഗ്രി. ഇത്തരത്തിൽ ഉള്ള ഒരു സംഭവമാണ് സർവേയർ കോമ്പസിലെ ഗ്രാജുവേഷൻ. എത്രയാണ് ലീസ്റ്റ് കൗണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാം 15 മിനിറ്റ് ആണ്. ആൻഡ് ഏത് ഫോർമാറ്റിലാണ് ഇത് ഗ്രാജുവേഷൻ തരുക എന്ന് ചോദിക്കുകയാണെങ്കിൽ QSB ഫോർമാറ്റിലാണ് ഗ്രാജുവേഷൻ തരിക. ഓൺ ദ അതർ ഹാൻഡ് നമ്മൾ പ്രിസ്മാറ്റിക് കോമ്പസ് നോക്കുകയാണെങ്കിൽ യെസ് ഇതാണ് നോർത്ത്, ഇതാണ് സൗത്ത്, ഇത് ഈസ്റ്റ് തന്നെ, ഇത് വെസ്റ്റ് തന്നെ. സാധാരണ രീതിയിൽ ഉണ്ടാവുന്ന അതേ പരിപാടി അതൊക്കെ ചോദിക്കാറുണ്ട്. ഇതിന് ചുറ്റുമുള്ള മറ്റു പോയിന്റും കൂടി നമ്മൾ നോക്കിക്കാണും. ഈ പറയുന്ന ഇതായിരിക്കും 0 ഡിഗ്രി ആൻഡ് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ നമുക്ക് 90 ഡിഗ്രി, 180 ഡിഗ്രി, 270 ഡിഗ്രി എന്നീ രീതിയിൽ നമുക്ക് ഗ്രാജുവേഷൻ കാണാം. ആൻഡ് ഈ പ്രിസ്മാറ്റിക് കോമ്പസിലെ ലീസ്റ്റ് കൗണ്ട് എത്രയാണ്? 30 മിനിറ്റ് ആണ്. 30 മിനിറ്റ് ആണ്. ഈ ഗ്രാജുവേഷൻസ് ഇതുപോലെ എന്തല്ല നേരെയുള്ള ഗ്രാജുവേഷൻസ് ആയിരിക്കില്ല. പ്രിസ്മാറ്റിക് കോമ്പസിലെ ഗ്രാജുവേഷൻസ് എങ്ങനെയാണ്? ഇൻവേർട്ടഡ് ആണ്. ഇൻവേർട്ടഡ് ഗ്രാജുവേഷൻസും കൂടിയാണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത് എന്നുള്ള പോയിന്റ് കൂടി ഒന്ന് മനസ്സിലാക്കുക. സോ ഇവിടെ ചോദിച്ചിരിക്കുന്ന ഏതിനെ കുറിച്ചാണ്? പ്രിസ്മാറ്റിക് കോമ്പസിനെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. പ്രിസ്മാറ്റിക് കോമ്പസിൽ 0 ഡിഗ്രി കാണപ്പെടുന്ന ഒരേ ഒരു വശമേ ഉള്ളൂ, അത് സൗത്ത് ഡിഗ്രിയിലാണ്. സോ എന്താ ഓപ്ഷൻ വരിക? യെസ്, ക്വസ്റ്റ്യൻ നമ്പർ 1 ഓപ്ഷൻ എ ആണ്. സൗത്ത് എൻഡിൽ മാത്രമേ കാണുള്ളൂ പ്രിസ്മാറ്റിക് കോമ്പസിൽ. ക്ലിയർ അല്ലേ? ഏതാണ് മോർ ആക്യുറേറ്റ് എന്ന് കൂടി ചോദിക്കുകയാണെങ്കിൽ അവർ അങ്ങനെ ചോദിച്ചേക്കാം. മോർ ആക്യുറേറ്റ് ആയിട്ടുള്ള സാധനം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? നമ്മുടെ പ്രിസ്മാറ്റിക് കോമ്പസ് തന്നെയാണ്. ക്ലിയർ അല്ലേ? രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഇതാ നോക്കിയേ, ഈ കാണിച്ചിരിക്കുന്നതാണ് നമ്മുടെ പ്രിസ്മാറ്റിക് കോമ്പസ്, ഈ കാണിച്ചിരിക്കുന്നതാണ് നമ്മുടെ സർവേയർ കോമ്പസ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഇഫ് ദ സോയിൽ, ക്വസ്റ്റ്യൻ നമ്പർ 2, ഇഫ് ദ സോയിൽ ഹാസ് എ വെരി ലോ ബിയറിംഗ് കപ്പാസിറ്റി, അതായത് സോയിലിന്റെ ക്വാളിറ്റി കുറവാണ്, സോയിൽ വളരെ മോശമാണ്, അതിന് ലോഡ് എടുക്കാനുള്ള കാപ്പബിലിറ്റി വളരെ കുറവാണ്. അങ്ങനെയാണെങ്കിൽ യെസ് ആൻഡ് സ്റ്റിൽ ഇഫ് പൈൽസ് ആർ നോട്ട് ഫീസിബിൾ ഓപ്ഷൻ, പൈൽസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല, ദെൻ ദ ബെസ്റ്റ് ചോയ്സ് ഈസ് സോയിൽ വീക്കാണ്, ബിയറിംഗ് കപ്പാസിറ്റി ലെസ് ആണ്, നമുക്ക് പൈൽസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഏതാണ് ബെസ്റ്റ് ചോയ്സ് എന്നാണ്? സ്ട്രാപ്പ് ഫൗണ്ടേഷൻ, ഇൻഡിവിജ്വൽ ഫൂട്ടിംഗ്, മാറ്റ് ഓർ റാഫ്റ്റ് ഫൗണ്ടേഷൻ, കമ്പൈൻഡ് ഫൂട്ടിംഗ്. ഏതാണ് സോയിൽ വീക്കായ സമയത്ത് കൊടുക്കാൻ സാധിക്കുന്ന പൈലുകൾ അല്ലാത്ത, അതായത് ഷാലോ ഫൗണ്ടേഷൻ ബെസ്റ്റ് ഏതാ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പൈൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡീപ് ഫൗണ്ടേഷൻ ആണ്. യെസ്, ഷാലോ ഫൗണ്ടേഷൻ ബെസ്റ്റ് ഏതാ എന്നാണ് അവർ ചോദിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ഏതാണ്? ഒന്നിച്ച് എല്ലാത്തിനും കൂടി ഒരുമിച്ച് ഒരു സാധനം കൊടുക്കുക, അതാണ് മാറ്റ് ഫൗണ്ടേഷൻ അല്ലെ, അതാണ് മാറ്റ് ഫൗണ്ടേഷൻ. സോ ഏതാ കൊടുക്കേണ്ടത് നിങ്ങൾ? മാറ്റ് ഓർ റാഫ്റ്റ് ഫൗണ്ടേഷൻ ആണ് പ്രൊവൈഡ് ചെയ്യേണ്ടത്. അതായത് നമ്മൾ ആ ബിൽഡിങ്ങിന് താഴെയുള്ള മൊത്തം ഏരിയയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഫൗണ്ടേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന രീതി. സോ ഏതാണ് രണ്ടാമത്തെ ചോദ്യത്തിന് ഉത്തരം വരിക? ഇറ്റ് ഈസ് ഓപ്ഷൻ സി ആണ്. നോക്കിയ 1-2 പോയിന്റുകൾ അവിടെ അറിഞ്ഞിരിക്കുക. മാറ്റ് ഫൗണ്ടേഷൻ ഈസ് എ ഷാലോ ഫൗണ്ടേഷൻ. ഷാലോ ഫൗണ്ടേഷനിലെ ഏറ്റവും ബെസ്റ്റ് ഫൗണ്ടേഷൻ മാറ്റ് ഫൗണ്ടേഷൻ ആണ്. ദാറ്റ് കവേഴ്സ് ദ എൻറ്റയർ ഏരിയ ഓഫ് എ ബിൽഡിംഗ്. ഇറ്റ് ഈസ് യൂസ്ഡ്, യെസ്, ദാറ്റ് കവേഴ്സ് ദ എൻറ്റയർ ഏരിയ ഓഫ് ദ ബിൽഡിംഗ് ആണ്. എപ്പോഴാണ് ഇതിൽ കൂടുതൽ ഉപയോഗിക്കാറുള്ളത്? ഇറ്റ് ഈസ് യൂസ്ഡ് വെൻ ദ സോയിൽ ഈസ് വീക്ക് ഓർ ദ ബിൽഡിംഗ് ഈസ് ഹെവി. നമ്മുടെ സോയിൽ വല്ലാതെ വീക്കാണ്, അതായത് ബിയറിംഗ് കപ്പാസിറ്റി കുറവാണ് ആൻഡ് ദ ബിൽഡിംഗ് ഈസ് ഹെവി ആണ്. When there are spacing issues, that is when the columns are too close together, it will be difficult to provide individual column or combined footing. മറ്റൊരു സാഹചര്യം കൂടിയുണ്ട്. നിങ്ങളുടെ കോളങ്ങളെല്ലാം വളരെ അടുത്താണ്. നോക്കിയാൽ ഈ ഒരു ഫിഗറിൽ കാണുന്ന പോലെ കോളങ്ങളെല്ലാം വളരെ അടുത്താണ്, അവിടെ സ്പേസിംഗ് വളരെ കുറവാണ്. അതുകൊണ്ട് ഓരോ കോളത്തിനും ഇൻഡിവിജ്വൽ ഫൂട്ടിംഗ് കൊടുക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. ഇൻ ദാറ്റ് കേസ് ഓൾസോ നമ്മൾ എന്തിലേക്ക് പോകും? മാറ്റ് ഫൗണ്ടേഷനിലേക്ക് പോകും. ക്ലിയർ അല്ലേ? സോ വെൻ ദ സോയിൽ ഈസ് വീക്ക് ഓർ ദ ബിൽഡിംഗ് ഈസ് ഹെവി, ഇത്തരത്തിൽ നമ്മളൊരു മാറ്റ് വിരിച്ചതുപോലെ ഫൗണ്ടേഷൻ കൊടുക്കുന്ന പരിപാടി, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? യെസ്, മാറ്റ് ഓർ റാഫ്റ്റ് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ.
ഓക്കെ യെസ്. മൂന്നാമത്തെ ചോദ്യം ആർ സി സിയിലെ ചോദ്യമാണ് വരുന്നത്. മൂന്നാമത് യെസ്. രണ്ടാമത്തെ ആൻസർ നമ്മൾ എഴുതി കഴിഞ്ഞു. 3 ദ മാക്സിമം എക്സിനിസിറ്റി ടു ബി കൺസിഡേർഡ് യെസ് ഇൻ ആർ സി സി കോളം ഓഫ് ലെങ്ത് എൽ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എക്സിനിസിറ്റി ആണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം ഈ പറയുന്ന കോളത്തിനെ ബേസ്ഡ് ഓൺ ദ ലോഡിംഗ് നമ്മൾ എന്തൊക്കെ ക്ലാസിഫൈ ചെയ്യാറുണ്ട്. ഒന്ന് കോൺസെൻട്രിക്കലി ലോഡഡ് കോളമാണ്. ഫസ്റ്റ് വൺ ഏതായിരുന്നു? കോൺസെൻട്രിക്കലി ലോഡഡ് കോളം. യെസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കോളത്തിന്റെ എക്സാക്ട്ലി സെന്ററിൽ എന്ത് സംഭവിക്കുന്നു? കോളത്തിന്റെ എക്സാക്ട്ലി സെന്ററിൽ ലോഡ് ആക്ട് ചെയ്യുന്ന അവസ്ഥ. ഇഫ് യു ഡ്രോ എ കോളം, ഇത്തരത്തിൽ നിങ്ങൾ ഒരു കോളം വരച്ചു കഴിഞ്ഞാൽ അതിന്റെ എക്സാക്ട്ലി കോൺസെൻട്രിക് ആയിട്ട് തന്നെ എന്ത് സംഭവിക്കുന്നു? അതായത് ലെറ്റ്സ് ഇതായിരുന്നു അതിന്റെ വൈ ആക്സിസ് ആൻഡ് ഇതായിരുന്നു അതിന്റെ എക്സ് ആക്സിസ് എങ്കിൽ ഈ പറയുന്ന പോയിന്റിൽ എക്സാക്ട്ലി ലോഡ് ആക്ട് ചെയ്യുന്നു. ദാറ്റ് ഈസ് എക്സിനിസിറ്റി ഇൻ ദിസ് കേസ് ഇസ് 0. എക്സിനിസിറ്റി ഇൻ ദിസ് കേസ് ഇസ് ഈക്വൽ ടു 0 എന്ന അവസ്ഥയാണെങ്കിൽ അതിനെയായിരുന്നു കോൺസെൻട്രിക് ലോഡ് എന്ന് പറയുന്നത്. പ്രാക്ടിക്കലി ഇത്തരത്തിലുള്ള കോളങ്ങൾ പോസിബിൾ അല്ല. എന്താണ് പോസിബിൾ ആയിട്ടുള്ളത്? ആക്സിലി ലോഡഡ് കോളമാണ് കൂടുതലും കാണാറുള്ളത്. ആക്സിലി ലോഡഡ് കോളംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ യെസ്, നമുക്ക് അവിടെ എന്ത് കാണാൻ സാധിക്കും? ഈ പറയുന്ന കോളത്തിലെ ലോഡിംഗ് എന്ന് പറയുന്നത് എത്തരത്തിലായിരിക്കും? നമ്മുടെ ഈ പറയുന്ന സെന്ററിൽ നിന്നും ചെറിയൊരു എക്സിനിസിറ്റിയിലായിരിക്കും. എക്സാക്ട്ലി എന്തായിരിക്കില്ല, ഈ പറയുന്ന ലോജിറ്റ്യൂണൽ ആക്സിസിന്റെ സെന്ററിലായിരിക്കില്ല. ലോഡ് വിൽ ബി എന്തായിരിക്കും? വിൽ ബി ആക്ടിങ് അറ്റ് സം എക്സിനിസിറ്റി ആയിരിക്കും. യെസ്. അതിന്റെ ടോപ്പ് വ്യൂ നമ്മൾ നോക്കുകയാണെങ്കിൽ അത് കൃത്യമായി നമുക്ക് വരയ്ക്കാൻ സാധിക്കും. നോക്കിയേ, ഇതായിരിക്കും നമ്മുടെ ക്രോസ് സെക്ഷൻ വ്യൂ ഉണ്ടാവുക. ഇതായിരുന്നു നമ്മുടെ വൈ ആക്സിസ് എന്ന് പറഞ്ഞാൽ, ഇതാണ് നമ്മുടെ എക്സ് ആക്സിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ആക്സിസുകളിൽ നിന്നും ഒരു മിനിമം എക്സിനിസിറ്റിയിൽ ഇത്തരത്തിൽ നിങ്ങൾ ഒരു ബോക്സ് വരയ്ക്കുകയാണ്. ആ ബോക്സിന്റെ പ്രത്യേകത എന്താണ്? അതിന് എല്ലാ വശങ്ങളിലേക്കും ഒരു മിനിമം എക്സിനിസിറ്റി അവൈലബിൾ ആണ്. അതിനൊരു മിനിമം എക്സിനിസിറ്റി അവൈലബിൾ ആണ്. ഇത്തരത്തിലുള്ള ഒരു ബോക്സിനകത്തോ അതിന്റെ ആ വശങ്ങളിലോ ആണ് ലോഡ് ആക്ട് ചെയ്യുന്നതെങ്കിൽ, ലോഡ് ആക്ട് ചെയ്യുന്നതെങ്കിൽ നമ്മൾ കോളത്തിന് എന്ത് പറയും? ആക്സിലി ലോഡഡ് കോളം എന്ന് പറയും. ആൻഡ് ഈ മിനിമം ഈ സീക്വൽ എന്താണ്? ഈ മിനിമം യെസ് എക്സ് ഡയറക്ഷനിൽ പറയാൻ സാധിക്കാറുണ്ട്. ഈ മിനിമം വൈ ഡയറക്ഷനിൽ പറയാൻ സാധിക്കാറുണ്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു മാക്സിമം ഓഫ് ഏതൊക്കെയാണ് വരാറുള്ളത്? L ഡിവൈഡ് ബൈ 500 പ്ലസ് എക്സ് ആണെങ്കിൽ D ഡിവൈഡ് ബൈ 30 ഓർ 20 mm. ഈ മിനിമം വൈ എന്താണ്? മാക്സിമം ഓഫ് L ഡിവൈഡ് ബൈ 500 പ്ലസ് B ബൈ 30 ഓർ ഏതാണ്? 20 mm. ക്ലിയർ അല്ലേ? ആൻഡ് എൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ അൺസപ്പോർട്ടഡ് ലെങ്ത് കോളമാണ്. ബിയും ഡിയും എന്ന് പറഞ്ഞാൽ എന്താണ്? കോളത്തിന്റെ ലാറ്ററൽ ഡയമെൻഷൻസ് ആണ്. സോ എന്താ വരിക? L ബൈ 500 പ്ലസ് ലാറ്ററൽ ഡയമെൻഷൻ ഡിവൈഡ് ബൈ 30. ഇവിടെ L ബൈ 500 പ്ലസ് ലാറ്ററൽ ഡയമെൻഷൻ ബൈ 25 ആണ്. സോ ഓപ്ഷൻ ഏതാ വരിക? ഓപ്ഷൻ ബി ആണ് ആൻസർ. ക്ലിയർ അല്ലേ? ചോദിക്കാറുണ്ട് ചിലപ്പം ഇത്തരത്തിലുള്ള സാധനങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള ന്യൂമറിക്കൽ ആയിരിക്കാം അടുത്ത തവണ ചോദിക്കുന്നത്. നാലാമത്തെ ചോദ്യം നോക്കൂ. Question number 4. If the soil is of expansive type like black cotton soil, നമുക്കറിയാം ബ്ലാക്ക് കോട്ടൺ സോയിലില് മോണ്ടുമൊറുലനൈറ്റ് കണ്ടന്റ് കൂടുതലായതുകൊണ്ട് തന്നെ അതിൽ നല്ലപോലെ സ്വെല്ലിങ്ങും ഷ്രിങ്കേജും നല്ല രീതിയിൽ കാണിക്കാറുണ്ട് അല്ലെ? സ്വെല്ലിംഗ് നല്ലപോലെ ഉണ്ട്. അതായത് സാധാരണ ഡീപ്പ് ഫൗണ്ടേഷൻ ആയ പൈലുകൾ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല. ബെസ്റ്റ് ഫൗണ്ടേഷൻ ആ തരത്തിൽ കൊടുക്കേണ്ടത് ഏതാണ്? അണ്ടർ റീംഡ് പൈലുകളാണ് അല്ലെ? അണ്ടർ റീംഡ് പൈലുകളാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടത്. എന്താണ്? ദ പൈൽ വിത്ത് എ ബൾബ് ആണ് അല്ലെ? അതിനെയാണ് നമ്മൾ അണ്ടർ റീംഡ് പൈൽസ് എന്ന് പറയുന്നത്. നോക്കൂ, ഇത്തരത്തിലുള്ള പൈലാണ്. പക്ഷേ അതിൽ നമുക്ക് എന്തുകൂടി കാണാൻ സാധിക്കും? ഇത്തരത്തിൽ പൈല് നമുക്ക് ഇത്തരം ബൾബ് കാണാൻ സാധിക്കും. ഇതാണ് ഗ്രൗണ്ട് ലെവൽ കാണിച്ചിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ഗ്രൗണ്ട് ലെവല്. ആൻഡ് ഈ പറയുന്ന പൈലിന്റെ ഈ ഭാഗത്തെ നമ്മൾ ഷാഫ്റ്റ് എന്നാണ് പറയാ. ആ ഷാഫ്റ്റിന്റെ ഡയമീറ്റർ എത്രയാണ്? ബി ആണ്. ഈ പറയുന്ന ഈ ബൾബ് പോലെയുള്ള ഈ എൻലാർജ്ഡ് ഏരിയനെ നമ്മൾ ബൾബ് എന്നാണ് പറയാ. അതിന്റെ ഏരിയ നമുക്ക് എന്താ പറയാം? ബി യു എന്ന് പറയാം. ഓക്കെ, ദാറ്റ് ഈസ് എ ബൾബാണ്. ദാറ്റ് ഈസ് എ ബൾബ് ഡയമീറ്റർ. അണ്ടർ റീംഡ് പൈലിന്റെ ആ ഒരു സെഷനിലെ ഡയമീറ്റർ ആണ്. പ്രത്യേകത എന്താണ്? ഈ പറയുന്ന റേഷ്യോ ദ ബൾബിന്റെ ഡയമീറ്റർ ഡിവൈഡ് ബൈ ദ ഷാഫ്റ്റ് ഡയമീറ്റർ ഷുഡ് ബി എത്ര ഉണ്ടാവാൻ പാടുള്ളൂ? 2 to 3 ഉണ്ടാവാൻ പാടുള്ളൂ. അതാണ് മറ്റൊരു ചോദ്യം, ഇവിടുത്തെ മറ്റൊരു ഫേമസ് ചോദ്യം അതാണ്. സിമിലർലി നോക്കിയാൽ എന്താ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ബൾബിന് താഴെയുള്ള വാട്ട് എവർ ദ പോർഷൻ ഓഫ് ദ സോയിൽ, ഈ ബൾബിന് താഴെയുള്ള വാട്ട് എവർ ദ പോർഷൻ ഓഫ് ദ സോയിൽ എന്തായി മാറും? ഈ ബൾബിന്റെ ഭാഗമായി മാറും, ഈ പൈലിന്റെ ഭാഗമായി മാറും. അതായത് ഏകദേശം ഈ കാണപ്പെടുന്ന ഈ ഡെപ്ത് ആയിരിക്കും നമ്മൾ ലെങ്ത് ആക്കി എടുക്കുക അല്ലെ? ഇത്രയും ഭാഗത്ത് ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ് കാണാൻ സാധിക്കും. ബാക്കി നമുക്ക് എൻഡിൽ എന്ത് കാണാൻ സാധിക്കും? എൻഡ് ബിയറിംഗ് കാണാൻ സാധിക്കും. ഇവിടെ ഒരു ബൾബേ കാണിച്ചിട്ടുള്ളൂ. മറ്റൊരു ഫേമസ് ആയ ചോദ്യം ഇവിടെ എന്താണെന്ന് ചോദിച്ചാൽ
മറ്റൊരു ഫേമസ് ആയ ചോദ്യം എന്താണ് ഇവിടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ ബൾബുകൾ കാണും, ഒന്നിൽ കൂടുതൽ ബൾബുകൾ ഉണ്ടാവും. യെസ്, അതാണ് അവസ്ഥ. ക്ലിയർ അല്ലേ? ഒന്നിൽ കൂടുതൽ ബൾബുകൾ ഉള്ള അവസ്ഥയാണെങ്കിൽ ലെറ്റ്സ് ഇതാണ് നമ്മുടെ ഗ്രൗണ്ട് ലെവൽ, ഇതാണ് ബി എന്ന് പറയുന്ന ഷാഫ്റ്റ്, ഇതാണ് ബി യു എന്ന് പറയുന്ന ബൾബ്. യെസ്, നിങ്ങൾക്ക് കാണാം ഇവിടെ ഒരു ബൾബ് ഉണ്ട്. ഈ ബൾബിന്റെ സെന്ററിൽ നിന്നും അടുത്ത ബൾബിന്റെ സെന്ററിലേക്കുള്ള ഈ സ്പേസിംഗ് ഉണ്ടല്ലോ, ദ സ്പേസിംഗ് ബിറ്റ്വീൻ ദ ബൾബ്സ് ഷുഡ് നോട്ട് ബി ലെസ് ദാൻ, യെസ് അതൊരു ചോദ്യമാണ്, ഷുഡ് നോട്ട് ബി ലെസ് ദാൻ 1.5 ടൈംസ് ബി യു ആണ്. ഒരിക്കലും ഇത്ര വാല്യൂവിൽ കുറയാൻ പാടില്ല എന്നുള്ളത് മറ്റൊരു ചോദ്യമാണ്. സോ ഇവിടെ ചോദ്യം ഏതാണ്? എക്സ്പാൻസീവ് സോയിലിൽ, അതായത് ബ്ലാക്ക് കോട്ടൺ പോലുള്ള സ്വെല്ലിംഗ് കാണിക്കാനുള്ള സാധ്യത കൂടുതലുള്ള സോയിലുകളിൽ നിങ്ങൾ ഏത് ഉപയോഗിക്കുക? നിങ്ങൾ ഇത്തരത്തിലുള്ള യെസ് അണ്ടർ റിംഡ് പൈലുകൾ ഉപയോഗിക്കുക. ക്ലിയർ അല്ലേ? അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഡാഷ് ഈസ് ദ റേഷ്യോ ഓഫ് ദ വോളിയം ഓഫ് വോയിഡ്സ് ടു ദ ടോട്ടൽ വോളിയം ഓഫ് ദ ഗിവൺ സോയിൽ. വോളിയം ഓഫ് വോയിഡ്സ് ടു ദ ടോട്ടൽ വോളിയം ഓഫ് ഗിവൺ സോയിൽ, ടോട്ടൽ വോളിയം ഓഫ് ദ ഗിവൺ സോയിൽ ആണ്. അതിനെയാണ് നമ്മൾ എന്ത് പറയാ? പോറോസിറ്റി ബി എന്ന് പറയുന്നത്. ബി എന്ന് പറയുന്നത് നോക്കിയേ, അപ്പോൾ വോയിഡ് റേഷ്യോയും പോറോസിറ്റി തമ്മിലുള്ള ചെറിയൊരു വ്യത്യാസം നോക്കുകയാണെങ്കിൽ വോയിഡ് റേഷ്യോ എന്തായിരുന്നു? വോളിയം ഓഫ് ദ വോയിഡ്സ് ഡിവൈഡ് ബൈ വോളിയം ഓഫ് ദ സോളിഡ്സ് ഇൻടു 100 ആണ്. ഓൺ ദ അതർ ഹാൻഡ് യെസ് പോറോസിറ്റി ഈക്വൽ എന്താണ്? വോളിയം ഓഫ് ദ വോയിഡ്സ് ഡിവൈഡ് ബൈ വോളിയം ഇൻടു 100 ആണ്. വി എസിനെയാണ് നമ്മൾ എന്ത് പറഞ്ഞത്? ദാറ്റ് ഈസ് ദ വോളിയം ഓഫ് ദ സോളിഡ്സ്, വോളിയം ഓഫ് ദ സോളിഡ്സ് ഇൻ സോയിൽ ആണ്, വോളിയം ഓഫ് ദ സോളിഡ്സ് ഇൻ സോയിൽസ് ആണ്. ആൻഡ് വി എന്താണ്? വോളിയം ഓഫ് ദ സോയിൽ ആണ്, വോളിയം ഓഫ് ദ സോയിൽ ആണ്. ക്ലിയർ അല്ലേ? വ്യത്യാസമുണ്ട്. ഒന്ന് സോയിലിനെ കുറിച്ചാണ് പറയുന്നത്, മറ്റേത് സോയിലിലെ സോളിഡ്സിനെ കുറിച്ചാണ് പറയുന്നത്. ശ്രദ്ധിക്കണം, വ്യത്യാസമുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഈ പറയുന്ന ഇയും എന്നും തമ്മിലുള്ള റിലേഷൻ കൂടി പറയാൻ സാധിക്കും. എന്താണ് കാണാൻ സാധിക്കുന്നത്? ദാറ്റ് ഈസ് ഇ ഈസ് ഈക്വൽ ടു എൻ ഡിവൈഡ് ബൈ 1 മൈനസ് എൻ എന്ന് പറയുന്ന റിലേഷനും കൂടി അറിഞ്ഞിരിക്കുക. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്ലിയർ അല്ലേ? ഇ ഈസ് ഈക്വൽ ടു എൻ ഡിവൈഡ് ബൈ 1 മൈനസ് എൻ. ഇ ആണ് ഗ്രേറ്റർ, അതുകൊണ്ട് -1 ആണ് താഴെ വരിക. ക്ലിയർ? സോ ഓപ്ഷൻ ഈസ് ബി. ക്വസ്റ്റ്യൻ നമ്പർ 6 നോക്കൂ. ക്വസ്റ്റ്യൻ നമ്പർ 6 വളരെ സിമ്പിൾ ആണ്. ഒക്കെ പ്രീവിയസ് RRB ചെയ്യുകയാണ്. ഈ തവണ ക്വസ്റ്റ്യൻ മാറാൻ സാധ്യതയുണ്ട്. പ്രീവിയസ് ക്വസ്റ്റ്യൻ നമ്മൾ നോക്കുകയാണ്. M10 ഗ്രേഡ് ഓഫ് ദ കോൺക്രീറ്റ് മിക്സ്, M10 ഗ്രേഡിന്റെ കോൺക്രീറ്റ് മിക്സ് റേഷ്യോ എത്രയാണെന്ന് അറിയണമെങ്കിൽ നമ്മൾ എന്താണ് തുടങ്ങേണ്ടത്? M5ൽ തുടങ്ങി M7.5 എഴുതാൻ മറന്നു പോകരുത്. M10 ആണ്, M15, M20, പിന്നെ ഏതാണ് M25 അല്ലെ? എഴുതാൻ എങ്ങനെ എഴുതേണ്ടത്? യെസ്, എല്ലാത്തിനും നിങ്ങൾ എത്ര സാൻഡ് ഉപയോഗിക്കുന്നോ, എത്ര സിമന്റ് ഉപയോഗിക്കുന്നോ അതിന് ഡബിൾ ആയിട്ട് സാൻഡ് ഉപയോഗിക്കണം, അതിന് ഡബിൾ ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? അഗ്രിഗേറ്റ് ഉപയോഗിക്കണം അല്ലെ? സോ 1:5 എന്താണ്? ഇത് 10 ആണ് വരിക. ദിസ് ഈസ് 1:4 എന്താണ് വന്നത്? 8 എന്ന് വരും. ദിസ് ഈസ് 1:3:6 ആണ്. ദിസ് ഈസ് 1:2:4 ആണ്. ദിസ് ഈസ് 1:1.5:3 ആണ്. ദിസ് ഈസ് 1:1:2 ആണ്. ക്ലിയർ അല്ലേ? അതായത് നോക്കിയേ, ഈ ഒരു ഓർഡർ കൊടുക്കുക. 5, 4, 3, 2, 1.5 പിന്നെ 1 ആണ്. 5, 4, 3, 2, 1.5 പിന്നെ 1 ആണ്. വാട്ട് എവർ ദ വാല്യൂ റിട്ടേൺ ഇയർ അതിന്റെ ഡബിൾ നിങ്ങൾ ഇപ്പുറത്ത് എഴുതുക. ഈ ഒരു ഓർഡർ ഓർത്താൽ മതി. M5, M7.5, M10 എന്ന ഓർഡറിൽ എഴുതണം. ഇവിടെ ചോദിച്ചിരിക്കുന്നത് M10ന്റെ ആണ്, വിച്ച് ഈസ് 1:3:6 ആണ്. സോ ഏതാ ഓപ്ഷൻ വരിക? ഓപ്ഷൻ എ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 7 നോക്കൂ. യെസ്, സർവേയിലെ മറ്റൊരു ചോദ്യം. If the intercept on a vertical staff is observed as 0.75 meter from a tachyometer, the horizontal distance between the tachyometer and staff ആണ് ചോദിച്ചിരിക്കുന്നത്. The horizontal distance using a tachyometer is given by D is equal to K into S plus C ആണ്. K into S plus C ആണ്. നമുക്കറിയാം, ഒന്നും പറഞ്ഞില്ലെങ്കിൽ ടാക്യോമീറ്ററിലെ കോൺസ്റ്റന്റുകൾ എത്രയാണ്? K is equal to 100 ആണ്. C is equal to എത്രയാണ്? നമ്മൾ 0 ആണ് എടുക്കാറുള്ളത്. K നെയാണ് നമ്മൾ എന്ത് പറയാ? അഡിറ്റീവ് കോൺസ്റ്റന്റ് എന്ന് പറയാം. അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. സോറി, K നെയാണ് നമ്മൾ എന്ത് പറയാ? മൾട്ടിപ്ലൈയിങ് കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്. K is the multiplying constant which is given by the equation എന്താണ്? K is equal to F by I ആണ്. F by I ആണ്. And C നെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അഡിറ്റീവ് കോൺസ്റ്റന്റ് എന്ന് പറയാറുള്ളത്. അഡിറ്റീവ് കോൺസ്റ്റന്റ് എന്ന് പറയാറുള്ളത്. And C is equal എന്താണ്? F plus D ആണ്. F plus D ആണ്. Where D is the distance from the objective lens and the center of the instrument ആണ് അല്ലെ? vertical axis of the instrument ആണ്. ഓക്കെ, നമുക്കറിയാം F by I ആണ്, മറ്റേന്താണ് F plus D ആണ്, which is 0 and 100 ആണ്. ഇവിടെ ഇപ്പൊ തന്നിരിക്കുന്നത് സ്റ്റാഫ് ഇന്റർസെപ്റ്റ് എത്രയാണ്? The staff intercept, vertical staff intercept S observed is 0.75 ആണ്. So S is equal to 0.75 meter എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. D is equal to K എന്ന് പറഞ്ഞാൽ 100, S എന്ന് പറഞ്ഞാൽ 0.75 plus C എന്ന് പറഞ്ഞാൽ 0. So this will be 75 meter. Clear അല്ലേ? This will be എന്തായിരിക്കും? 75 meter. ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ബി ആണ്.
അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, ക്വസ്റ്റ്യൻ നമ്പർ 9 ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 9. യെസ്, ദ ഇന്ററാക്ഷൻ ഓഫ് ദ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ പ്രൊഡ്യൂസ്ഡ്, അതാണ് പോയിന്റ് കേട്ടോ, ഇവിടെയാണ് തെറ്റ് എല്ലാവർക്കും. പ്രൊഡ്യൂസ്ഡ് വിത്ത് എ സ്പെസിഫിക് വേവ് ലെങ്ത് ടു ഇലുമിനേറ്റ് എ ടാർഗറ്റ് ഓൺ ദ ടെറൈൻ ഫോർ സ്റ്റഡിങ് ഇറ്റ്സ് സ്കാറ്റേർഡ് റേഡിയൻസ് ഈസ് കോൾഡ്. അതായത് നമ്മളൊരു ഒബ്ജക്റ്റിനെ കുറിച്ച് പഠിക്കുന്നു വിത്തൗട്ട് ബീയിങ് ഇൻ ഫിസിക്കൽ കോൺടാക്ട് വിത്ത് ദാറ്റ് ഒബ്ജക്ട്, അതിനെയാണ് റിമോട്ട് സെൻസിങ് എന്ന് പറയാം. റിമോട്ട് സെൻസിങ് എന്ന് പറയാം. നിങ്ങൾ റിമോട്ട് സെൻസിങ് 2 തരത്തിൽ ഉണ്ടാവാറുണ്ട് അല്ലെ? റിമോട്ട് സെൻസിങ് 2 രീതിയിൽ ഉണ്ടാവാറുണ്ട്. ഒന്ന് ആക്റ്റീവ് റിമോട്ട് സെൻസിങ് ആണ്, രണ്ടാമത്തേത് പാസീവ് റിമോട്ട് സെൻസിങ് ആണ്. എന്താണ് ആക്റ്റീവും പാസീവും തമ്മിലുള്ള വ്യത്യാസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലെറ്റ്സ് സേ ഇത്തരത്തിലുള്ള ഒരു ടാർഗറ്റ് ആണ് നമുക്ക് നമുക്ക് ഇൻഫോർമേഷൻ അറിയേണ്ട ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത്. ആക്റ്റീവ് റിമോട്ട് സെൻസിംഗിൽ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങളെ സെൻസറിൽ നിന്നും നിങ്ങൾ ഒരു സ്വന്തമായിട്ടൊരു വേവ് ലെങ്ത് പ്രൊഡ്യൂസ് ചെയ്യും, സ്വന്തമായിട്ടൊരു ലൈറ്റ് നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യും. ആ ലൈറ്റ് ഇവിടെ വന്ന് ഹിറ്റ് ചെയ്യുന്നു, എന്നിട്ട് ആ ലൈറ്റ് എന്ത് ചെയ്യുന്നു? അതേ ലൈറ്റ് തിരികെ വരുന്നു. അതിനനുസരിച്ചാണ് നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുന്നത്. ആക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെൻസർ സ്വന്തമായിട്ട് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്? ഒരു വേവ് ലെങ്ത്, ഒരു ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ പ്രൊഡ്യൂസ് ചെയ്തതിനു ശേഷം ആ ലൈറ്റ് വന്ന് ഹിറ്റ് ചെയ്യുന്നു. അതിന്റെ റിഫ്ലക്ഷൻ ആണ് നമ്മൾ റീഡിങ്ങിന് വേണ്ടി എടുക്കുന്നത്. ക്ലിയർ? ഇതാണ് ആക്റ്റീവ് റിമോട്ട് സെൻസിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്താണ്? റഡാർ ആണ്. റഡാർ ഈസ് എൻ എക്സാമ്പിൾ ഓഫ് ഏതാണ്? ആക്റ്റീവ് റിമോട്ട് സെൻസിംഗ് ആണ്. റഡാറിൽ ഉപയോഗിക്കുന്ന വേവ് ലെങ്ത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൈക്രോ വേവ്സ് ആണ് ഉപയോഗിക്കുന്നത്. അതും കൂടി അറിഞ്ഞിരിക്കുക. ഇനി പാസീവ് റിമോട്ട് സെൻസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ ടാർഗറ്റിനെ കുറിച്ച് നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നു, പക്ഷേ ഈ പറയുന്ന സെൻസർ സ്വന്തമായിട്ട് ലൈറ്റ് പുറപ്പെടുവിക്കില്ല. ഇവിടെ വേറെ ഏതെങ്കിലും എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് എനർജി, മിക്കവാറും ഏതാണ്? സണ്ണാണ്. ആ സണ്ണിൽ നിന്ന് വരുന്ന റേഡിയേഷൻ ഈ പറയുന്ന ഒബ്ജക്റ്റിൽ ഹിറ്റ് ചെയ്യുന്നു, എന്നിട്ട് അതിന്റെ റിഫ്ലക്ഷൻ റീഡ് ചെയ്തുകൊണ്ടാണ് ഒബ്ജക്റ്റിനെ കുറിച്ച് അറിയുന്നതെങ്കിൽ അതിനെ പാസീവ് ആണ്. അതായത് സ്വന്തമായിട്ട് ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നിട്ടാണ് റീഡിംഗ് എടുക്കുന്നതെങ്കിൽ അതിനെ ആക്റ്റീവ് എന്ന് പറയും. സ്വന്തമായിട്ട് ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്തിട്ട്. ക്ലിയർ അല്ലേ? സോ അതാണ് പോയിന്റ്. ഇവിടെ സ്വന്തമായിട്ട് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് പ്രൊഡ്യൂസ് ചെയ്തതിനു ശേഷം നടത്തുന്ന റിമോട്ട് സെൻസിംഗ് ആണെങ്കിൽ അതിനെ ഒന്നേ പറയാൻ പറ്റുള്ളൂ, ആക്റ്റീവ് ആണ്. ക്ലിയർ അല്ലേ? വെറും റിമോട്ട് സെൻസിംഗ് അല്ല, ആക്റ്റീവ് റിമോട്ട് സെൻസിംഗ് ആണ്. ക്ലിയർ അല്ലേ? ക്വസ്റ്റ്യൻ നമ്പർ 10 നോക്കൂ. The property of the soil due to which a decrease in the volume occurs under compressive force. നിങ്ങൾ ലോഡ് അപ്ലൈ ചെയ്യുമ്പോൾ അതിലൊരു എന്തുണ്ടാവുന്നു? വോളിയത്തിൽ ഒരു ഡിക്രീസ് ഉണ്ടാവുന്നു. ഡിക്രീസ് ഇൻ ദ വോളിയം, ദാറ്റ് ഈസ് കോൾഡ് കംപ്രഷൻ സ്ട്രെങ്ത് ഓഫ് ദ സോയിൽ, കംപ്രസിബിലിറ്റി ഓഫ് ദ സോയിൽ, ഇനീഷ്യൽ കൺസോൾട്ടേഷൻ ഓഫ് സോയിൽ, വെറും കൺസോൾട്ടേഷൻ ഓഫ് സോയിൽ. ഏതാണ് ഓപ്ഷൻ വരുന്നത്? ഇങ്ങനെ ലോഡ് അപ്ലൈ ചെയ്യുമ്പോൾ വോളിയത്തിൽ ഉണ്ടാവുന്ന കുറവിനെയാണ് നമ്മൾ കംപ്രസിബിലിറ്റി എന്ന് പറയുന്നത് അല്ലെ? ലോഡ് അപ്ലൈ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന വോളിയത്തിലെ കുറവിനെയാണ് നമ്മൾ എന്ത് പറയാം? കംപ്രസിബിലിറ്റി എന്ന് പറയാം. കംപ്രസിബിലിറ്റി സാധാരണ രീതിയിൽ 2 എണ്ണമായിട്ട് നമ്മൾ തരംതിരിക്കാറുണ്ട്. ഒന്ന് കോമ്പാക്ഷൻ ആണ്, രണ്ടാമത്തതാണ് ഏത്? കൺസോളിഡേഷൻ എന്ന് പറയുന്നത്. ഒന്ന് കോമ്പാക്ഷൻ ആണ്, രണ്ടാമത്തതായി നമ്മൾ കാണപ്പെടുന്ന ഏതാണ്? കൺസോളിഡേഷൻ ആണ്. നോക്കിയാൽ വളരെ ലളിതമായ പിക്ചറിൽ നിന്ന് നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. ലെറ്റ്സ് സേ ഒരു സോയിൽ സാമ്പിൾ എടുത്തിട്ടുണ്ട്. ഈ പറയുന്ന സോയിൽ സാമ്പിളിൽ ഇത്രയും ഭാഗം എന്താണ്? സോളിഡ്സ് ആണ്. ഈ സോളിഡ്സിൽ വോയിഡ് ഉണ്ടാവുമല്ലോ, ആ വോയിഡിൽ ഇത്രയും ഭാഗം എന്തായിരുന്നു? വെള്ളമായിരുന്നു. ബാക്കിയുള്ളത് എയർ ആണ്. നിങ്ങൾ ഈ പറയുന്ന സോയിലിന്റെ മുകളിൽ ലോഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ വോളിയം കുറയും. ആൻഡ് ലോഡ് അപ്ലൈ ചെയ്യുമ്പോൾ വോളിയം കുറയാൻ കാരണം എന്താണ്? ലോഡ് അപ്ലൈ ചെയ്ത ഉടനെ ഇവിടെ നിന്നുള്ള എയർ പുറത്തേക്ക് എക്സ്പെൽ ആകും. അങ്ങനെ എയർ പുറത്തേക്ക് എക്സ്പെൽ ആയി കഴിഞ്ഞാൽ നമ്മുടെ സോയിലിന്റെ വോളിയം എന്താവും? എയർ പുറത്തേക്ക് എക്സ്പെൽ ആയി കഴിഞ്ഞാൽ നമ്മുടെ സോയിലിന്റെ വോളിയം എന്താവും? കുറയുന്നു അല്ലെ? അങ്ങനെ എയറിന്റെ എക്സ്പെൽഷൻ കാരണം സോയിലിന്റെ വോളിയം കുറയുന്ന ഒരവസ്ഥ, അതിനെയാണ് എന്ത് പറയാ? കോമ്പാക്ഷൻ എന്ന് പറയാം. ഇറ്റ് ഈസ് എ കൈൻഡ് ഓഫ് എന്താണ്? കംപ്രസിബിലിറ്റി ഓഫ് ദ സോയിൽ ആണ്. ബട്ട് നൗ ഇറ്റ് ഈസ് ഡ്യൂ ടു ഏതാണ്? എക്സ്പെൽഷൻ ഓഫ് എയർ ആണ്. ഇനി ഫർദർ നമ്മൾ ഈ പറയുന്ന ഈ ഒരു സോയിലിനെ വീണ്ടും എന്ത് ചെയ്യാണ്? ഇനിയും ലോഡ് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇനി ആരാ എക്സ്പെൽ ആവുക? ഇത്രയും സോളിഡ് ഉണ്ടായിരുന്നു, ബാക്കി ഇത്രയും ഭാഗം എന്താണ്? വാട്ടർ ഉള്ളത്. ഇനിയും നിങ്ങൾ കണ്ടിന്യൂസ്ലി ലോഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതിലുള്ള വാട്ടർ ആണ് ഇനി എന്ത് ചെയ്യാൻ പോകുന്നത്? എക്സ്പെൽ ആവാൻ പോകുന്നത്. അതായത് ഇറ്റ് വിൽ ബി ഹാവിംഗ് ഫർദർ റിഡക്ഷൻ ഇൻ ദ വോളിയം. ഇപ്പം പക്ഷേ എന്ത് കാരണമാണ്? അവിടെയുള്ള വാട്ടർ എക്സ്പെൽ ആയതാണ്. ഇങ്ങനെ വാട്ടറിന്റെ എക്സ്പെൽഷൻ കാരണം വോളിയം കുറയുന്ന അവസ്ഥയാണ് നമ്മൾ എന്ത് പറയാ? കൺസോളിഡേഷൻ എന്ന് പറയാം. ക്ലിയർ? കംപ്രസിബിലിറ്റി എന്ന് പറഞ്ഞാൽ ലോഡ് അപ്ലൈ ചെയ്ത് കാരണം വോളിയം കുറയുന്നു. It can be either due to the expulsion of air or it can be either due to the expulsion of water.
ക്ലിയർ അല്ലേ? ഇവിടെ ഇപ്പോൾ തൽക്കാലം ജനറലി ആണ് ചോദിച്ചിരിക്കുന്നത്, അതുകൊണ്ട് നമ്മൾ എന്ത് പറഞ്ഞു? കംപ്രസിബിലിറ്റി എന്ന് പറഞ്ഞു. കംപ്രസിബിലിറ്റി ഓഫ് ദ സോയിൽ എന്ന് പറഞ്ഞു. ക്ലിയർ അല്ലേ? ക്വസ്റ്റ്യൻ നമ്പർ 11ലേക്ക് കിടക്കാം. ഇതാ കാണും. ടെർസാഗി ഇക്വേഷൻ, ടെർസാഗി ബിയറിംഗ് കപ്പാസിറ്റി ഫാക്ടേഴ്സ് ഡിപ്പെൻഡ്സ് ഓൺ. ടെർസാഗിയുടെ ബിയറിംഗ് കപ്പാസിറ്റി ഫാക്ടേഴ്സ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. ആദ്യം എന്തറിയണം? ബിയറിംഗ് കപ്പാസിറ്റി ഇക്വേഷൻ എന്താണ് ടെർസാഗിയുടെ? യെസ്, ദാറ്റ് ഈസ് ഗിവൺ ബൈ Q is equal to CNC പ്ലസ് ഗാമ DF NQ പ്ലസ് ഹാഫ് എന്താണ്? ബി ഗാമ എൻ ഗാമ, ഹാഫ് ബി ഗാമ എൻ ഗാമ എന്ന് പറയുന്ന അവസ്ഥയാണ്. ഇതിൽ ഈ പറയുന്ന NC, ഈ പറയുന്ന NQ, ഈ പറയുന്ന എൻ ഗാമ, ഈ പറയുന്ന ടീമിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഈ എഴുതിയിരിക്കുന്ന എല്ലാ സാധനങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ദീസ് ആർ ടേംഡ് ആസ് ബിയറിംഗ് കപ്പാസിറ്റി ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ബിയറിംഗ് കപ്പാസിറ്റി ഫാക്ടേഴ്സ് എന്ന് പറയപ്പെടുന്നത് ഇവരെയാണ്. ബിയറിംഗ് കപ്പാസിറ്റി ഫാക്ടേഴ്സ് എന്ന് പറയപ്പെടുന്നത് ഇവരെയാണ്. ക്ലിയർലേ? 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 യെസ്. ആൻഡ് ഈ പറയുന്ന ഫാക്ടേഴ്സ് നമ്മൾ എഴുതാറുണ്ട്. എന്തിനാണ് ഡിപ്പെൻഡ് ചെയ്യാറുള്ളത്? ദ ഡിപ്പെൻഡ്സ് ഓൺ ആംഗിൾ ഓഫ് ഇന്റേണൽ ഫ്രിക്ഷൻ ഫൈ, ആംഗിൾ ഓഫ് ഇന്റേണൽ ഫ്രിക്ഷൻ, ആംഗിൾ ഓഫ് ഇന്റേണൽ ഫ്രിക്ഷൻ ഫൈ. ക്ലിയർലേ? ആംഗിൾ ഓഫ് ഇന്റേണൽ ഫ്രിക്ഷൻ ഓഫ് ദ സോയിൽ ആൻഡ് ഡെപ്ത് ഓഫ് ദ ഫൗണ്ടേഷൻ. പിന്നെ ഏതാണ്? യൂണിഫോമിറ്റി കോയിഷ്യന്റ് അതായത് CU ആൻഡ് ഡ്രൈ ഡെൻസിറ്റി ഓഫ് ദ സോയിൽ, കോഎഫിഷ്യന്റ് ഓഫ് കർവേച്ചർ ഓഫ് ദ സോയിൽ ആൻഡ് ബൾക്ക് ഡെൻസിറ്റി ഓഫ് ദ സോയിൽ, ആംഗിൾ ഓഫ് ഇന്റേണൽ ഫ്രിക്ഷൻ ഓഫ് ദ സോയിൽ ഓൺലി. സോ ഏതാ ഓപ്ഷൻ വരിക? ഓപ്ഷൻ ഡി ആണ്. ഫൈനെ ഡിപ്പെൻഡ് ചെയ്യും. ഫൈ മാറുകയാണെങ്കിൽ അവരുടെ വാല്യൂ മാറും. ഫോർ എക്സാമ്പിൾ നിങ്ങൾ നോക്കൂ. അഥവാ നമ്മുടെ ക്ലേ ആണ് സോയിലെങ്കിൽ, നമ്മുടെ സോയിൽ ക്ലേ ആണെന്ന് വെച്ചോളൂ. ക്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊഹഷൻ മാത്രമേ ഉള്ളൂ. അതിന്റെ ആംഗിൾ ഓഫ് ഇന്റേണൽ ഫ്രിക്ഷൻ 0 ആണ്. ഇഫ് ആംഗിൾ ഓഫ് ഇന്റേണൽ ഫ്രിക്ഷൻ 0 ആണെങ്കിൽ NC നിങ്ങൾക്ക് 5.7 എടുക്കാമെന്നും NQ നിങ്ങൾക്ക് 1 എടുക്കാമെന്നും N ഗാമ നിങ്ങൾക്ക് 0 എടുക്കാമെന്നുമാണ് ടെർസാഗി പറയുന്നത്. ഓക്കെ അല്ലേ? ഒരു അഡീഷണൽ ഇൻഫർമേഷൻ പറയാം. ടെർസാഗിയുടെ ഇക്വേഷൻ ഏത് ടൈപ്പ് ഓഫ് ഫൂട്ടിങ്ങിന് വേണ്ടിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ടെർസാഗിയുടെ ഇക്വേഷൻ യെസ് ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഷാലോ ഫൗണ്ടേഷൻ ആണ്. അതും ഏത്? സ്ട്രിപ്പ് ഫൂട്ടിങ്ങിന് വേണ്ടിയാണ് ഉപയോഗിക്കുക. സ്ട്രിപ്പ് ഫൂട്ടിങ്ങിന് വേണ്ടിയാണ് ഉപയോഗിക്കുക. ക്ലിയർ അല്ലേ? യെസ്. ആൻഡ് ദ ബേസ് ഓഫ് ദ ഫൂട്ടിംഗ് ഈസ് റഫ് ഇൻ നേച്ചർ. അസംഷൻ ഒക്കെ ചോദിക്കാറുണ്ട്, അറിഞ്ഞിരിക്കുക. അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 12 ആണ്. ചെറിയൊരു ന്യൂമറിക്കൽ ആണ് കാണാൻ പറ്റുന്നതിൽ. നമുക്ക് ഈ തവണ എന്തായാലും നല്ല ന്യൂമറിക്കൽ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. ക്ലിയർ നോക്കൂ. സോയിൽ അറ്റ് സൈറ്റ് കൺസിസ്റ്റ് ഓഫ് 2 layers. 2 ലെയറുകളാണ്. ദ ടോപ്പ് ലെയർ ഹാസ് എ പെർമിയബിലിറ്റി ഓഫ് K and the bottom layer has a permeability of 5K units. If the thickness of the both layers is equal, thickness equal ആണ്, okay, then what is the average permeability in vertical direction ആണ്. So K average Y ആണ് ചോദിച്ചിരിക്കുന്നത്, vertical ആണ് ചോദിച്ചിരിക്കുന്നത്. സോയിൽ എന്ന് വരയ്ക്കാൻ ശ്രമിക്കാം. 2 ലെയർ ആയിട്ടാണ് സോയിൽ ഉള്ളത്. ഈ പറയുന്ന 2 ലെയറുകളുടെ തിക്നെസ് എന്താണ്? സെയിം ആണ്. ഈ പറയുന്ന 2 ലെയറുകളുടെ തിക്നെസ് എന്താണ്? സെയിം ആണ്. ഇതും Z ആണ്, ഇതും Z ആണ്. പക്ഷെ ഇവിടുത്തെ പെർമിയബിലിറ്റി Kയും ഇവിടുത്തെ പെർമിയബിലിറ്റി 5K ആണ്. യെസ്. ആൻഡ് ദേ ആർ ആസ്കിംഗ് ടു ഫൈൻഡ് ഔട്ട് K ആവറേജ്. വെർട്ടിക്കൽ ആണ് അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ ആണ് ചോദിച്ചിരിക്കുന്നത്. K ആവറേജ് പെർപെൻഡിക്കുലർ ആണ്, വിച്ച് ഇസ് ഗിവൺ ബൈ സമ്മേഷൻ ZI ഡിവൈഡ് ബൈ സമ്മേഷൻ ഓഫ് ZI ബൈ KI. ZI ബൈ KI ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ. എന്താ വരിക? സമ്മേഷൻ Z എന്ന് പറയുമ്പോൾ Z പ്ലസ് Z 2 ലെയറേ ഉള്ളൂ, ഡിവൈഡ് ബൈ Z ഡിവൈഡ് ബൈ K പ്ലസ് Z ഡിവൈഡ് ബൈ 5K. ഓക്കെ, സോ ദിസ് വിൽ ബി 2Z ഡിവൈഡ് ബൈ 5K ഇൻറ്റു K ഡിവൈഡ് ബൈ എന്താ വരിക? യെസ്, Z ഇൻറ്റു 6K എന്ന് വരും. സോ Z ക്യാൻസൽ ചെയ്ത് സ്ക്വയർ ഉണ്ട് ഇവിടെ. യെസ്, Z ക്യാൻസൽ ആയി പോകുന്നു. ഒരു Kയും ക്യാൻസൽ ആയി പോകുന്നു. സോ ദിസ് വിൽ ബി 10 ഡിവൈഡ് ബൈ 6 ദാറ്റ് ഈസ് ഈക്വൽ ടു 10 ഡിവൈഡ് ബൈ 6K എന്നാണ് വരിക. ദാറ്റ് ഈസ് 5/3. ദാറ്റ് ഈസ് 5/3K എന്നാണ് വരിക. 5/3K ഓപ്ഷൻ ബി ആണ്. യെസ്, ഓപ്ഷൻ ബി ആണ്. ഡയറക്റ്റ് ഇക്വേഷന്റെ സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. 10/6 എന്ന് പറഞ്ഞാൽ 5/3. ക്ലിയർ? ക്വസ്റ്റ്യൻ നമ്പർ 13 നോക്കൂ. ഇൻ പ്രീസ്ട്രെസ് കോൺക്രീറ്റ് ഹൈ ഗ്രേഡ് കോൺക്രീറ്റ് ഈസ് യൂസ്ഡ് ഫോർ. ഹൈ ഗ്രേഡ് കോൺക്രീറ്റ് എന്തിനാണ് ഉപയോഗിക്കുന്ന പ്രീസ്ട്രെസിൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഹാവിംഗ് ലോ ക്രീപ്പ്, ഹാവിംഗ് കോൺക്രീറ്റ് ഓഫ് ലോ ഡക്ടിലിറ്റി, ഹാവിംഗ് കോൺക്രീറ്റ് ഓഫ് ഹൈ ബ്രിട്ടിൽനെസ്, കൺട്രോളിംഗ് ദ പ്രീസ്ട്രെസ് ലോസസ്. യെസ്, തീർച്ചയായിട്ടും ഉണ്ടാകാൻ പോകുന്ന പ്രീസ്ട്രെസ് ലോസസുകളെ കുറയ്ക്കാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഹൈ ഗ്രേഡ് കോൺക്രീറ്റ് ഉപയോഗിക്കുന്നത്. ക്ലിയർ അല്ലേ? ഏതൊക്കെയാണ് പ്രീസ്ട്രെസ് ലോസ് ഉള്ളത്? ഫ്രിക്ഷൻ ഉണ്ട്, ആങ്കറേജ് സ്ലിപ്പ് ഉണ്ട്, അല്ലെ, ഷ്രിങ്കേജ് കാരണം, ക്രീപ്പ് കാരണം ഉണ്ടാവുന്നുണ്ട്, ഇലാസ്റ്റിക് ഷോർട്ടനിങ് ഉണ്ടാവാറുണ്ട്, അതേപോലെ തന്നെ റിലാക്സേഷൻ ഉണ്ട്. നോക്കി അതൊന്ന് ലിസ്റ്റ് ചെയ്യാട്ടോ. ഏതൊക്കെയാണുള്ളത്? നമുക്ക് ഫ്രിക്ഷണൽ ലോസസ്, ഫ്രിക്ഷൻ കാരണം ലോസ് ഉണ്ടാവാറുണ്ട്. യെസ്, ആങ്കറേജ് സ്ലിപ്പ് എന്ന് പറയുന്ന ഒരു സാധനം ലോസസ് ഉണ്ടാവാറുണ്ട്. പിന്നെ ക്രീപ്പ് കാരണം ലോസ് ഉണ്ടാവുന്നു, ഷ്രിങ്കേജ് കാരണം ലോസസ് ഉണ്ടാവുന്നു. പിന്നീട് ഉണ്ടാവുന്നത് ഇലാസ്റ്റിക് ഷോർട്ടനിങ് ആണ്.
യെസ്, പിന്നീട് ഉണ്ടാവുന്ന ഇലാസ്റ്റിക് ഷോർട്ടനിങ് നമുക്ക് മുകളിൽ എഴുതാൻ കാരണം വേറൊരു ക്ലാസിഫിക്കേഷൻ പറയാൻ സാധിക്കും. സോ എന്താണ് ഇലാസ്റ്റിക് ഷോർട്ടനിങ് ലോസസ് ഉണ്ടാകാറുണ്ട്. അതേപോലെ തന്നെ നമുക്ക് റിലാക്സേഷൻ ലോസ് ഉണ്ടാവാറുണ്ട്. നിങ്ങൾ നോക്കിയ പിന്നീട് എഴുതിയിരിക്കുന്ന 3 ടൈം ടേക്കിംഗ് ആണ്. ഇതിനാണ് നമ്മൾ ടൈം ഇൻഡിപെൻഡന്റ് എന്ന് പറയാം. ഓക്കെ അല്ലേ, ടൈം ഡിപ്പെൻഡന്റ് എന്ന് പറയാം. ദിസ് ഇസ് ടേംഡ് ആസ് എന്താണ്, ടൈം ഡിപ്പെൻഡന്റ്, അല്ലെങ്കിൽ എന്ത് പറയാം, ദിസ് ഇസ് ദ ലോങ് ടേം ആണ്. ദിസ് ഇസ് ദ ലോങ് ടേം ലോസസ് എന്നാണ് ഇവരെ പറയാം. ആൻഡ് ഇവിടെ ഈ പറയുന്ന 3 എന്താണ്, പെട്ടെന്ന് ഉണ്ടാവുന്നതാണ്. ദീസ് ആർ ദ ഷോർട്ട് ടേം ലോസ് ആണ്, അതായത് ടൈം ഇൻഡിപെൻഡന്റ് ഷോർട്ട് ടേം ലോസസ് എന്നാണ് ഇവരെ പറയപ്പെടാറുള്ളത്. നോക്കിയേ, ഈ പറയുന്ന ലോസസിൽ അല്ലെ നമുക്കറിയാം 2 രീതിയിലുള്ള പ്രീ ടെൻഷനിങ് മെമ്പർ ഉണ്ടാകാറുണ്ട്, പ്രീ സ്ട്രെസ്സിങ് മെമ്പർ ഉണ്ട്. ഒന്ന് എന്താണ്, പ്രീ ടെൻഷനിങ് ആണ്. മറ്റേത് പോസ്റ്റ് ടെൻഷനിങ് ആണ്. ഫ്രിക്ഷൻ എവിടെ ഉണ്ട്, ഫ്രിക്ഷൻ പോസ്റ്റ് ടെൻഷനിലുണ്ട്, എവിടെ ഇല്ല, പ്രീ ടെൻഷനിലില്ല. ആംഗിളേജ് സ്ലിപ്പ് പോസ്റ്റ് ടെൻഷനിലുണ്ട്, എവിടെ ഇല്ല, പ്രീ ടെൻഷനിലില്ല. ഇലാസ്റ്റിക് ഷോർട്ടനിങ് പ്രീ ടെൻഷനിലുണ്ട്, പോസ്റ്റ് ടെൻഷനിൽ ഇല്ലാതിരിക്കാം, ഓർ ചിലപ്പോൾ ഉണ്ടായേക്കാം. എന്താ സിറ്റുവേഷൻ നമുക്കറിയാം അല്ലെ. ക്രീപ്പ് 2ലും ഉണ്ട്, ശ്രിങ്കേജ് 2ലും ഉണ്ട്, റിലാക്സേഷൻ 2ലും ഉണ്ട്. ഏതൊക്കെ ലോസസ് എവിടെ ഇല്ല എന്ന് ചോദിക്കാറുണ്ട്. ഓക്കെ അല്ലെ. എങ്ങനെയാണ് ഇലാസ്റ്റിക് ഷോർട്ടനിങ് ലോസസ് പോസ്റ്റ് ടെൻഷനിങ്ങിൽ പറയേണ്ടത്? നിങ്ങൾ അഥവാ വയേഴ്സ് സൈമൾട്ടേനിയസ്ലി ആണ് പുള്ള് ചെയ്യുന്നതെങ്കിൽ, ഓൾ ദ സ്റ്റീൽ വയേഴ്സ് ആർ ടെൻഷൻഡ് സൈമൾട്ടേനിയസ്ലി ആണെങ്കിൽ അവിടെ ഇലാസ്റ്റിക് ടെൻഷനിങ് ലോസ് ഉണ്ടാവില്ല. ഇനി അതല്ല, സീക്വൻഷ്യലി ആണ് നിങ്ങൾ വയറുകളെ നിങ്ങൾ ടെൻഷൻ ചെയ്യുന്നതെങ്കിൽ, സീക്വൻഷ്യലി ആണ് നിങ്ങൾ വയറുകളെ, സീരീസ് ആയിട്ടാണ് വയറുകളെ നിങ്ങൾ ടെൻഷൻ ചെയ്യുന്നതെങ്കിൽ അവിടെ ഇലാസ്റ്റിക് ഷോർട്ടനിങ് ഉണ്ടാകും. ക്ലിയർ അല്ലേ? സോ മൊത്തത്തിൽ 6 ലോസ്, ഏതാണ് ഷോർട്ട് ടേം, ഏതാണ് ലോങ് ടേം ചോദിക്കും. ഏതെല്ലാം ലോസ് പ്രീ ടെൻഷനിലുണ്ട്, പ്രീ പോസ്റ്റ് ടെൻഷനിൽ ഇല്ല എന്നുള്ള രീതിയിലും ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. 16ാമത്തെ ചോദ്യം നോക്കൂ. If 2 individual footings are too close as per design, then they should be converted as what? 2 കോളങ്ങളാണ് പറയുന്നത് കേട്ടോ. നോക്കിയ ഓരോ കോളത്തിന് നിങ്ങൾ ഓരോ ഫൂട്ടിംഗ് കൊടുക്കുന്നു, അതാണ് എന്ത്, ഐസൊലേറ്റഡ് ഫൂട്ടിംഗ് എന്ന് പറയുന്നത്. 2 കോളമാണ് ഇൻഡിവിജ്വൽ ഫൂട്ടിംഗ്, 2 പറഞ്ഞുള്ളൂ, നോട്ട് മോർ ദാൻ 2, ഓൺലി 2. ആൻഡ് ആ 2 ക്ലോസ് ആണ്, അതായത് ഇൻഡിവിജ്വൽ ഫൂട്ടിംഗ് കൊടുക്കാൻ പറ്റാത്ത അവസ്ഥ. 2 കോളങ്ങൾ അടുത്തടുത്ത് കിടക്കുന്നു, 2 ഉള്ളൂ കേട്ടോ. ആൻഡ് അവർക്ക് ഇൻഡിവിജ്വൽ ഫൂട്ടിംഗ് കൊടുക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ നമ്മൾ പിന്നീട് എങ്ങോട്ട് പോകുന്നു? നമ്മൾ പിന്നീട് അവരെ കമ്പൈൻഡ് ഫൂട്ടിങ്ങിലേക്കാണ് കൊണ്ടുപോകുന്നത്. കമ്പൈൻഡ് ഫൂട്ടിംഗ് 2 ഷേപ്പിലുണ്ടാവാം. അതായത് നിങ്ങൾ ടോപ്പ് വ്യൂ നോക്കുകയാണെങ്കിൽ ചിലപ്പം അവർ റെക്ടാങ്കുലർ ഇൻ ഷേപ്പ് ആയിരിക്കാം. ടോപ്പ് വ്യൂ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ചിലപ്പം ദേ വിൽ ബി ട്രപ്പീസോഡൽ ഇൻ ഷേപ്പ് ആയിരിക്കാം. എപ്പോഴൊക്കെ ആയിരിക്കണം നമ്മൾ ഇത്തരത്തിലുള്ള കോളങ്ങൾ ഉപയോഗിക്കുന്നത് ചോദിച്ചാൽ, നോക്കി, ഇതാണ് കോളം 1, ഇതാണ് കോളം 2, ഇതാണ് കോളം 1, ഇതാണ് കോളം 2. ലെറ്റ്സ് സേ കോളം 1ൽ ആക്ട് ചെയ്യുന്ന ലോഡ് Q1 ആണ്, Q2 ആണ്. ഹിയർ ഓൾസോ Q1 ആണ്, Q2 ആണ്. ഇഫ് Q1 ഈസ് ഈക്വൽ ടു Q2, നിങ്ങളുടെ 2 ലോഡുകളുടെയും വാല്യൂ സെയിം ആണെങ്കിൽ യു ഗോ ഫോർ ഏതാണ്, റെക്ടാങ്കുലർ കമ്പൈൻഡ് ഫൂട്ടിംഗ്. ഇനി അതല്ല, ഏതോ ഒരു ലോഡ് കൂടുതലാണ്. ഇപ്പൊ ഏതാ കൂടുതൽ ഇവിടെ? ഏത് ലോഡാണോ കൂടുതൽ ആ ഭാഗത്ത് നിങ്ങൾ ഫൂട്ടിങ്ങിന് നല്ലപോലെ എന്ത് പിടിക്കണം, നിങ്ങൾ ഡെപ്തും നിങ്ങൾ ഏരിയയും കൊടുക്കണം. ഏത് ലോഡാണോ ചെറുത് അവിടെ കുറച്ച് വണ്ണം കുറഞ്ഞാലും കുഴപ്പമില്ല. സോ ട്രപ്പിസോഡൽ ഷേപ്പ് ഈസ് പ്രൊവൈഡഡ് വെൻ ദ കോളംസ് ആർ ഓഫ്, വെൻ ദ ലോഡ് വാല്യൂ ആർ ഓഫ് ഡിഫറെന്റ് ആണ്. വെൻ ദ ലോഡ് വാല്യൂസ് ആർ ഓഫ് എന്താണ്, ഡിഫറെന്റ് ആണെങ്കിലാണ് നമ്മൾ അത് കൊടുക്കാറുള്ളത് എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കുക. സോ എത്രാമത്തെ ചോദ്യമായിരുന്നു? ദാറ്റ് വാസ് ക്വസ്റ്റ്യൻ നമ്പർ 14, ഓപ്ഷൻ എ. ക്വസ്റ്റ്യൻ നമ്പർ 15 നോക്കൂ. Question number 15. The minimum grade for PCC and RCC structure are as per. Minimum grade of PCC and RCC structures ആണ്. PCC and RCC structures. Okay, PCC ക്ക് മിനിമം M15 ആണ്, RCC ക്ക് മിനിമം M20 ആണ്. ഈ ടേബിളിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ കാര്യങ്ങൾ പറയാറുള്ളത്. ഈ ടേബിളിന്റെ ഇത്രയും ഭാഗം എന്താ പറയുന്നത്, PCC ആണ്. ഈ ടേബിളിന്റെ ബാക്കി ഇത്രയും റേഷ്യോ എന്താ പറയുന്നത്, ബാക്കി ഇത്രയും ഭാഗം എന്താ പറയുന്നത്, ദാറ്റ് ഈസ് ഫോർ RCC ആണ്. ക്ലിയർ അല്ലേ? നോക്കൂ. മൈൽഡ്, മോഡറേറ്റ്, സിവിയർ, വെരി എക്സ്ട്രീം ആൻഡ് എക്സ്ട്രീം കണ്ടീഷന്റെ അടിസ്ഥാനത്തിൽ, മൈൽഡ്, മോഡറേറ്റ്, സിവിയർ, വെരി സിവിയർ ആൻഡ് എക്സ്ട്രീം കണ്ടീഷൻ അടിസ്ഥാനത്തിൽ PCCയിൽ മിനിമം എത്രയാണ്, 15 ആണ്. RCCയിൽ മിനിമം എത്രയാണ്, M20 ആണ്. ഓക്കെ, മിനിമം കവറിന്റെ കാര്യം ഇവിടെ എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ മിനിമം സിമന്റ് കണ്ടന്റ് PCC ചോദിക്കാറുണ്ട്, മിനിമം സിമന്റ് കണ്ടന്റ് RCC ചോദിക്കാറുണ്ട്. 300, 300, 320, 340, 360, 20ന്റെ ഒരു അതിപ്രസരം കാണുന്നു ഇവിടെ. ഇവിടെയും അങ്ങനെ തന്നെയാണ്. 220, 240, പിന്നെ ഒന്ന് 10 കൂടി 250, 60, പിന്നെ 80. വാട്ടർ സിമന്റ് റേഷ്യോ ചോദിക്കാറുണ്ട്, വെരി ഇമ്പോർട്ടന്റ് ആണ്. ക്ലിയർ അല്ലേ? ഈ ടേബിൾ ഓർക്കണം, ആ ടേബിൾ വെരി 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 ഇമ്പോർട്ടന്റ് ആണ്.
സോ ഏതാണ് PCCയിലും M15, RCCയിൽ M20? ഓപ്ഷൻ സി. 16ാമത്തെ ചോദ്യം നോക്കൂ, വളരെ ഫേമസ് ചോദ്യം, ഇനിയും ആവർത്തിക്കപ്പെടാനുള്ള സാധ്യതകൾ ഏറെയാണ്. യെസ്, ഏതാ ചോദ്യം? എന്താ ചോദ്യം പറയുന്നത്? For limit state of collapse, the partial safety factors recommended by IS 456 for estimating the design strength of concrete and reinforcing steel ആണ്. നമ്മൾ ഈ പറയുന്ന കോൺക്രീറ്റിനും സ്റ്റീലിനും ഉപയോഗിക്കുന്ന പാർഷ്യൽ ഫാക്ടർ ഓഫ് സേഫ്റ്റി ഇൻ LSM. LSM എന്ന് ചോദിച്ചാൽ ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡ്, അതിൽ കോൺക്രീറ്റിന്റെ അതേപോലെ തന്നെ അതിന് സ്റ്റീലിന് നമ്മൾ ഉപയോഗിക്കുന്ന ഫാക്ടർ ഓഫ് സേഫ്റ്റി ഈസ് ഈക്വൽ എത്രയാണ്? ഇത് 1.5 ആണ്. യെസ്, 1.5 ആണ് ഉപയോഗിക്കാറുള്ളത്. ആൻഡ് സ്റ്റീലിന് നമ്മൾ ഉപയോഗിക്കുന്ന ഫാക്ടർ ഓഫ് സേഫ്റ്റി എത്രയാണ്? 1.15 ആണ്. ഓക്കെ അല്ലേ? സോ 1.5 ആൻഡ് 1.15 ഓപ്ഷൻ ഡി ആണ് വരിക. ചോദ്യം ഇതാണ്, എന്തുകൊണ്ട് നിങ്ങൾ സ്റ്റീലിന് ഈ പറയുന്ന സാധനത്തിൽ, മറ്റൊരു ചോദ്യം ഇങ്ങനെ ചോദിക്കാം, എന്തുകൊണ്ട് നിങ്ങൾ സ്റ്റീലിന് കുറഞ്ഞ ഫാക്ടർ ഓഫ് സേഫ്റ്റി ഉപയോഗിക്കുന്നു? നിങ്ങൾ കോൺക്രീറ്റിന് എപ്പോഴും, നിങ്ങൾ WSMലാണെങ്കിൽ എങ്ങനെയായിരുന്നു? WSMലാണെങ്കിൽ ഈ വാല്യൂസ് എങ്ങനെയായിരുന്നു? ഇവിടെ 3 ആയിരുന്നു, ഇവിടെ 1.5 ആയിരുന്നു. അല്ല സോറി, ഇവിടെ 3 ആയിരുന്നു, ഇവിടെ 1.8 ആയിരുന്നു അല്ലെ? ഇവിടെ 3 ആയിരുന്നു, ഇവിടെ 1.8 ആയിരുന്നു. എന്തുകൊണ്ടാണ് നമ്മൾ ഈ പറയുന്ന കോൺക്രീറ്റിന് എപ്പോഴും വലിയ ഫാക്ടർ ഓഫ് സേഫ്റ്റി ഉപയോഗിക്കുന്നത്, സ്റ്റീലിന് ചെറിയ ഫാക്ടർ ഓഫ് സേഫ്റ്റി ഉപയോഗിക്കുന്നത്? കാരണം കോൺക്രീറ്റ് നമ്മൾ കുഴയ്ക്കുകയാണ്, അതിൽ മിസ്റ്റേക്കുകൾ, അതിന്റെ സേഫ്റ്റി ക്രൈറ്റീരിയ ഒക്കെ കുറയാൻ സാധ്യതയുണ്ട്. സ്റ്റീൽ ആണെങ്കിലോ, സ്റ്റീൽ ഈസ് മാനുഫാക്ചേർഡ് ഇൻ എ കൺട്രോൾഡ് എൻവിറോൺമെന്റ് അല്ലെ? സ്റ്റീൽ ഈസ് മാനുഫാക്ചേർഡ് ഇൻ എ കൺട്രോൾഡ് എൻവിറോൺമെന്റ് ആണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. ഇറ്റ് ഈസ് മാനുഫാക്ചേർഡ് ഇൻ എ കൺട്രോൾഡ് എൻവിറോൺമെന്റ്. അതായത് നമ്മൾ കറക്റ്റ് മെഷീനറീസിൽ കൂടി നല്ല സ്പെസിഫിക്കേഷൻ നോക്കി കൃത്യമായിട്ടാണ് സ്റ്റീൽ ഉണ്ടാക്കുന്നത്. സോ അതിന്റെ ക്വാളിറ്റി ഓൾറെഡി നല്ലതായിരിക്കും. അതിന് കുറഞ്ഞ സേഫ്റ്റി കൊടുത്താൽ മതി, കുറഞ്ഞ ഫാക്ടർ ഓഫ് സേഫ്റ്റി കൊടുത്താൽ മതി. സിൻസ് ഇറ്റ് ഈസ് മാനുഫാക്ചേർഡ് ഇൻ എ കൺട്രോൾഡ് എൻവിറോൺമെന്റ്, വി ക്യാൻ സേ ഓർ വി ക്യാൻ യൂസ് എ ലെസർ വാല്യൂ ഓഫ് ഫാക്ടർ ഓഫ് സേഫ്റ്റി. പക്ഷേ കോൺക്രീറ്റ് നമ്മൾ എവിടേക്കോ എന്തൊക്കെയോ കാണിച്ചു കൂട്ടി കുഴയ്ക്കുകയാണ്. അപ്പോൾ അതിലൊരു സേഫ്റ്റി ഫാക്ടർ എന്ന് പറയുന്നത് കുറവായിരിക്കാം. ഓക്കെ, സോ വി ഹാവ് ടു, ക്വാളിറ്റി ഫാക്ടർ എന്ന് പറയുന്നത് കുറവായിരിക്കാം. വി ഹാവ് ടു പ്രൊവൈഡ് എ ഹയർ ഫാക്ടർ ഓഫ് സേഫ്റ്റി. ക്ലിയർ? യെസ്. ക്വസ്റ്റ്യൻ നമ്പർ എത്രയാണ്? ക്വസ്റ്റ്യൻ നമ്പർ 16. ലെറ്റ്സ് മൂവ് ടു ദ ക്വസ്റ്റ്യൻ നമ്പർ 17. 17ാമത്തെ ചോദ്യം, ചെറിയ ഒരു ന്യൂമറിക്കൽ, വീണ്ടും ഒരു ന്യൂമറിക്കൽ നോക്കൂ. യെസ്, ദ കാൻഡിലിവർ, എ കാൻഡിലിവർ ബീം ഓഫ് സൈസ് 230/400 has a clear span of 2.5 and is supported on 400 by 400 mm column. അതായത് width of the column തന്നിട്ടുണ്ട്. What is the effective span of the cantilever എന്നാണ് ചോദ്യം. നമുക്കറിയാം എഫക്റ്റീവ് സ്പാൻ ഫോർ സിംപ്ലി സപ്പോർട്ടഡ് ബീമിനും കാൻഡിലിവറിനും നമ്മൾ പഠിച്ചതാണ് അല്ലെ? യെസ്, സിംപ്ലി സപ്പോർട്ടഡ് ആൻഡ് കാൻഡിലിവർ നമ്മൾ പഠിക്കുന്നതാണ്, നമുക്കറിയാവുന്നതാണ്. ഇവിടെ നോക്കിയാൽ ഫോർ സിംപ്ലി സപ്പോർട്ടഡ് ബീം ആണെങ്കിൽ നമ്മൾ എത്രയായിരുന്നു? ആദ്യം സിംപ്ലി സപ്പോർട്ടഡ് ബീം ആണെങ്കിൽ L effective is equal to എത്രയാണ്? മിനിമം ഓഫ് L plus effective depth or L plus എന്തായിരുന്നു? W ആയിരുന്നു. വിച്ച് എവർ ഈസ് മിനിമം. ക്ലിയർ അല്ലേ? ആൻഡ് അത് കാൻഡിലിവർ ബീമിലേക്ക് വരുമ്പോൾ രണ്ട് രീതിയിലാണ്. L effective is equal to നിങ്ങൾക്ക് എന്തെടുക്കാം? യെസ്, L0 അതായത് ക്ലിയർ സ്പാൻ പ്ലസ് D/2 എടുക്കാം. ഓർ നിങ്ങൾക്ക് ദാറ്റ് ഈസ് ഈക്വൽ ടു L plus W/2 എടുക്കാം. ഏതാണോ തന്നിരിക്കുന്നത് വേർ L എന്താണ്? L ഈസ് ദ ക്ലിയർ സ്പാൻ. സോ L0 എന്ന് കൊടുക്കാം. L0 ആണ്. ഇവിടെ ഇപ്പൊ തൽക്കാലം വിഡ്ത്ത് ഓഫ് ദ സപ്പോർട്ടേ തന്നിട്ടുള്ളൂ. ആൻഡ് ഓൾസോ നമുക്ക് എന്തുണ്ട്? യെസ്, ക്ലിയർ സ്പാൻ തന്നിരിക്കാം. വിഡ്ത്ത് ഓഫ് സപ്പോർട്ടും ഡെപ്തും സെയിം ആണ് അല്ലെ? വിഡ്ത്ത് ഓഫ് ദ സപ്പോർട്ടും ഡെപ്തും D സെയിം ആണ്. അതേപോലെ തന്നെ വിഡ്ത്ത് W ഈസ് ഈക്വൽ ടു വിഡ്ത്ത് ഓഫ് സപ്പോർട്ടും സെയിം ആണ്. സോ ഏതെങ്കിലും ഒന്ന് ഉപയോഗിച്ചാൽ മതി, കാര്യങ്ങൾ വ്യക്തമാണ്, സ്പഷ്ടമാണ്. സോ L effective ഈസ് ഈക്വൽ ടു ഫോർ കാൻഡിലിവർ ബീം ക്ലിയർ സ്പാൻ പ്ലസ് എന്ത് എഴുതാം? തൽക്കാലം W/2 എന്ന് എഴുതാം. WD ഒക്കെ സെയിം ആണ്, ആവശ്യമുള്ള കേസല്ല. സോ എത്രയാണ്? L0 2500 ആണ് അല്ലെ? 2.5 മീറ്റർ ആണ്. സോ ദിസ് മച്ച് mm പ്ലസ് 400 mm ഡിവൈഡ് ബൈ 2. സോ ദിസ് വിൽ ബി 2500 പ്ലസ് 200 ദാറ്റ് ഈസ് ഈക്വൽ ടു 2700 mm ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 2.7 മീറ്റർ ആണ്. ഓപ്ഷൻ ഉണ്ടോ? യെസ്, ഓപ്ഷൻ എ. ക്ലിയർ അല്ലേ? ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ. ക്വസ്റ്റ്യൻ നമ്പർ 18 നോക്കൂ. സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യം, സർവേ ആണ്. ആഫ്റ്റർ ഫിക്സിംഗ് ദ പ്ലെയിൻ ടേബിൾ ടു ദ ട്രൈപോഡ്, ദ മെയിൻ ഓപ്പറേഷൻ വിച്ച് ആർ നീഡഡ് അറ്റ് ഈച്ച് പ്ലെയിൻ ടേബിൾ സ്റ്റേഷൻ ഈസ്. ആഫ്റ്റർ ഫിക്സിംഗ് ദ ട്രൈപോഡ് ആണ്. പ്ലെയിൻ ടേബിളിന്റെ ഓർഡർ എങ്ങനെയാണ്? ആദ്യം ലെവലിംഗ് ചെയ്യും,
പിന്നീട് നിങ്ങൾ സെൻറ്ററിങ് ചെയ്യും, പിന്നീടാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, ഓറിയന്റേഷൻ ചെയ്യുന്നത് അല്ലേ. ദ ടെമ്പററി അഡ്ജസ്റ്റ്മെന്റ് ഓഫ് പ്ലെയിൻ ടേബിൾ, ടെമ്പററി അഡ്ജസ്റ്റ്മെന്റ് ഓഫ് പ്ലെയിൻ ടേബിൾ എന്നാണ് ചോദ്യമെങ്കിൽ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടതാണ് സീക്വൻസ് ഇങ്ങനെയാണ്. ആദ്യം ലെവലിംഗ്, പിന്നീടാണ് നിങ്ങൾ സെൻറ്ററിങ് ചെയ്യേണ്ടത്, പിന്നീടാണ് നിങ്ങൾ ഓറിയന്റേഷനിലേക്ക് പോകേണ്ടത്. ക്ലിയർ അല്ലേ? നോക്കിയാൽ ചില ക്വസ്റ്റ്യനുകളിൽ ചില സന്ദർഭങ്ങളിൽ നമുക്ക് ഇങ്ങനെയും കാണാം, ബോത്ത് 1 and 2 ആർ ഡൺ സൈമൾട്ടേനിയസ്ലി എന്ന് കണ്ടാലും ഞെട്ടരുത്. ക്ലിയർ അല്ലേ? സോ 1 3 യെസ് 2 ആണ്, ഓപ്ഷൻ ഡി ആണ്. ക്ലിയർ. ക്വസ്റ്റ്യൻ നമ്പർ 19 നോക്കൂ. ക്വസ്റ്റ്യൻ നമ്പർ 19 അഗെയിൻ മോഡേൺ സർവേ ആണ്. GPS receivers are usually equipped with mechanical clock, digital LCD, alarm clock, quartz clock, electronic clock. ഏതാണ് GPS റിസീവർ ആണ് ചോദിച്ചെങ്കിൽ GPS യൂണിറ്റ്സ് അല്ല കേട്ടോ, GPS സാറ്റലൈറ്റുകളല്ല. GPS റിസീവർ ഏതാണ്? GPS റിസീവർ ഏതാ ഉപയോഗിക്കുന്നത്? ക്വാർട്സ് ക്ലോക്കുകളാണ്. ആൻഡ് GPS സാറ്റലൈറ്റുകൾ ഉപയോഗിക്കുന്നത് ആറ്റോമിക് ക്ലോക്കാണ് എന്ന ഒരു ധാരണ ഉണ്ടായിരിക്കുക. ഇതിൽ ക്വാർട്സ് ക്ലോക്കാണ്, മറ്റേ ആറ്റോമിക് ക്ലോക്കാണ്, മറ്റേ റിസീവറാണ്. ക്വസ്റ്റ്യൻ നമ്പർ 20 നോക്കൂ. യെസ് 20ാമത്തെ ചോദ്യം. When the soil layer surrounding a portion of the pile shaft settles more than the pile. When the surrounding soil of a portion settles more than the settlement of a pile, a downward drag is occurred in the pile. The drag is termed as എന്താണ്? നെഗറ്റീവ് സ്കിൻ ഫ്രിക്ഷൻ, നെഗറ്റീവ് വൈബ്രേഷൻ, സിംഗിൾ ആക്ടിംഗ് ഹാമർ, ഫ്രിക്ഷൻ പൈൽസ്. ഓപ്ഷൻ എ നെഗറ്റീവ് സ്കിൻ ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓക്കെ, സാധാരണ രീതിയിൽ നമ്മുടെ ഗ്രൗണ്ട് ലെവലിന് താഴെ പൈലാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ, അല്ലെ ഡീപ്പ് ഫൗണ്ടേഷൻ ആണ് നമ്മൾ നോക്കുന്നതെങ്കിൽ എങ്ങനെയാ അവസ്ഥ? യെസ്, സാധാരണഗതിയിൽ താഴോട്ടാണ് ലോഡ് ആക്ട് ചെയ്യുന്നത്. തീർച്ചയായിട്ടും അതിനെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടി സ്കിൻ ഫ്രിക്ഷൻ ഏത് ഡയറക്ഷനിൽ ആക്ട് ചെയ്യുക? മുകളിലേക്കാണ് ആക്ട് ചെയ്യുക അല്ലേ? തീർച്ചയായിട്ടും ചുറ്റുമുള്ള സോയിലുകളും ഈ പൈലും തമ്മിലുള്ള ഫ്രിക്ഷണൽ ഡയറക്ഷൻ എങ്ങനെയായിരിക്കും? അത് അപ്വേർഡ് ഡയറക്ഷൻ ആയിരിക്കും. പക്ഷേ ലെറ്റ്സ് സേ ഇത്രയും ഡെപ്ത് വരെയുള്ള സോയിൽ, ഇതായിരുന്നു സോയിൽ 1, ഇതായിരുന്നു സോയിൽ 2. ഈ പറയുന്ന സോയിൽ 1 വളരെ ലൂസ് സോയിലായിരുന്നു, വളരെ ലൂസ് സോയിലാണ്. ഇതെന്താണ്? നോർമലി ഡെൻസ് സോയിലാണ്. ഈ ഡെൻസ് സോയിൽ ഇവിടെ ഉറച്ചു നിൽക്കും. നിങ്ങളുടെ പൈൽ അടിച്ച് താഴ്ത്തുമ്പോൾ ഇവിടെയുള്ള സോയിൽ എന്ത് ചെയ്യില്ല? സെറ്റിൽ ആവില്ല, അത് അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. പൈല് മാത്രമേ താഴോട്ട് പോകുന്നുള്ളൂ. അതുകൊണ്ടാണ് ഫ്രിക്ഷൻ മുകളിലേക്ക് വരുന്നത്. നല്ലതാണ്, അങ്ങനെയാണ് വേണ്ടത് അല്ലെ? നമ്മൾ പൈലിനെ താഴോട്ട് ഇറക്കുമ്പോൾ ഈ ഡെൻസ് സോയിൽ 2 അനങ്ങില്ല, അത് അവിടെ തന്നെ നിൽക്കും. പക്ഷേ പൈല് താഴോട്ട് എന്ത് ചെയ്യുന്നുണ്ട്? മൂവ് ചെയ്യുന്നുണ്ട്, സെറ്റിൽ ആവുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് മുകളിലോട്ട് പൈലിനും സോയിലിനും ഇടയിൽ ഫ്രിക്ഷൻ മുകളിലോട്ട് കിട്ടുന്നത്. അതാ വേണ്ടത്. ദാറ്റ് ക്യാൻ ഓൺലി റെസിസ്റ്റ് ദ ലോഡ്. പക്ഷേ ഇപ്പൊ നിങ്ങൾ സോയിൽ 1 നോക്കുകയാണെങ്കിൽ വിച്ച് ഈസ് റീസെന്റ് ഡെപ്പോസിറ്റ് സോയിൽ ആണെന്ന് വെച്ചോളൂ. റീസെന്റ് ഡെപ്പോസിറ്റഡ് സോയിൽ ആണെന്ന് വെച്ചോളൂ. ലെറ്റ്സ് സേ റീസെന്റ് ഡെപ്പോസിറ്റഡ് സോയിൽ ആണെങ്കിൽ നിങ്ങളുടെ പൈലിനുണ്ടാവുന്ന സെറ്റിൽമെന്റിനെക്കാട്ടും കൂടുതലായിട്ട് ആര് സെറ്റിലാവും? നിങ്ങളുടെ പൈലിനുണ്ടാവുന്ന സെറ്റിൽമെന്റിനെക്കാട്ടും കൂടുതലായിട്ട് നിയർ ബൈ സോയിൽ സെറ്റിലായി കഴിഞ്ഞാൽ ഫ്രിക്ഷൻ വിൽ ബി ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അതിൽ കാര്യമുണ്ടോ? ഫ്രിക്ഷൻ വിൽ ബി ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അതിലൊരു കാര്യമില്ല, അതിൽ യാതൊരു കാര്യമില്ല അല്ലെ? ആൻഡ് ദിസ് ഇസ് ടേംഡ് ആസ് നെഗറ്റീവ് സ്കിൻ ഫ്രിക്ഷൻ. നെഗറ്റീവ് സ്കിൻ ഫ്രിക്ഷൻ എന്നാണ് ഇതിന് പറയാം. ക്ലിയർ ആണോ? ദിസ് ഇസ് ടേംഡ് ആസ് നെഗറ്റീവ് സ്കിൻ ഫ്രിക്ഷൻ. ഇതുകൊണ്ട് യാതൊരു കാര്യമില്ല, നമുക്കൊരു ഗുണമില്ല. ബിക്കോസ് അവർ ആക്ച്വലി എന്താ ചെയ്യുന്നത്? ലോഡ് ടേക്കിംഗ് കപ്പാസിറ്റി ഓഫ് ദ പൈൽ റെഡ്യൂസ് ചെയ്യപ്പെടുകയാണ്. ക്ലിയർ അല്ലേ? സോ ദാറ്റ് ഈസ് എ നെഗറ്റീവ് സ്കിൻ ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. നോക്കിയേ, നമ്മൾ കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്തത്. യെസ്, RRBയിലെ ക്വസ്റ്റ്യൻസ് ആണ്. ഇത്തവണ RRB JEE സെക്കൻഡ് സ്റ്റേജിൽ നമുക്ക് എന്തുകൂടി അവൈലബിൾ ആണ്? CBT 2 നമുക്ക് കാൽക്കുലേറ്ററും കൂടി അവൈലബിൾ ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻസുകൾ കുറച്ചും കൂടി ന്യൂമറിക്കൽ ലെവലിൽ ആയിരിക്കാം എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ആവും. നോക്കിയേ, സൈലം ടെക്നിക്കലിന്റെ നോക്കിയേ AE ആൻഡ് ഓവർസിയർ ഗ്രേഡ് ബാച്ച്. യെസ്, നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ഓൾറെഡി റണ്ണിംഗ് ആണ്, അഡ്മിഷൻസ് കണ്ടിന്യൂയിങ് ആണ്. AE ബാച്ച് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് വെറും 13,000 രൂപയ്ക്കാണ്. ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ സൈലം ആപ്പിലൂടെയാണ്, ലൈവിലായിട്ടാണ് നിങ്ങൾക്ക് എത്തുന്നത്. ആൻഡ് ഓവർസിയർ ബാച്ചസ് ഫോർ LSTD PWD ഇറിഗേഷൻ ബാച്ചസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ് വെറും 3,999 രൂപയ്ക്കാണ്. കൂടുതൽ കാര്യങ്ങളും വിവരങ്ങളും വിളിച്ചറിയാൻ വേണ്ടി ചോദിച്ചറിയാൻ വേണ്ടി ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഈ ഒരു സെഷൻ നമ്മൾ എന്ത് ചെയ്യാണ്? ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, സെഷൻ ലൈക്ക് ചെയ്യുക, കമന്റ് അടിക്കുക. ഓക്കെ, ഇനിയും ഇതുപോലെയുള്ള മറ്റു ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സീരീസുമായിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു വെരി മച്ച്.